ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിഡ്ലീഷ്യസ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. ബ്രെഡ് ഹൽവ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ആദ്യം ഒരു 4 പീസ് ബ്രെഡ് മിക്സിയുടെ ഗ്രൈൻഡറിലോ ജാറിലോ ഇട്ട് നന്നായി ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് കട്ടയൊന്നുമില്ല നന്നായി ഒന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഹൈ ടു മീഡിയം ഹീറ്റിൽ പഞ്ചസാര അലിഞ്ഞു ചേരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഗീ ഇട്ട് കൊടുത്തിട്ട് നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ടു ലോ ഹീറ്റിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഹൈ ഹീറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് വേഗം കരിഞ്ഞു പോവും. ഒരു മീഡിയം ടു ലോ ഹീറ്റിൽ വെച്ചിട്ടാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നത്. നന്നായി ഒന്ന് വറുത്തിട്ട് ഒരു നല്ലൊരു ബ്രൗൺ കളറാവുന്ന വരെ വറുത്തെടുക്കാം. നന്നായി കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഹീറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച കോൺഫ്ലവർ മിക്സ്ചർ ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് കുറുകി വരുന്നവരെ ഇളക്കി കൊടുക്കുക. നന്നായി തിക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സായി കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനോട് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനതിലേക്ക് കുറച്ച് ചോപ്ഡ് ആൽമണ്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടലി ഞാനിവിടെ ഒരു 5 to 6 പീസ് ബദാമാണ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണ്ടാന്നാണെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാവുന്നതുമാണ്. ഹൽവ നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അടിഭാഗത്തൊന്നും ഒട്ടാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രം നന്നായി ഗീ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഹൽവ ഇട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഷേപ്പ് കൊടുക്കുക. നല്ലൊരു ഷേപ്പിൽ ആക്കി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നന്നായി ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം ഒരു 4 to 5 മിനിറ്റ്സ് ആ പാത്രത്തിൽ തന്നെ വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അത് റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. കത്തിയുടെ മുകളിലായിട്ട് കുറച്ച് ഗീ അപ്ലൈ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കട്ട് ചെയ്ത് നല്ലൊരു ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ കാഷ്യൂ നട്ട് കൊണ്ടൊന്ന് ടോപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൂടി അമർത്തി കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.